നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായും ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. ചാപ്റ്റർ 1, 19ാമത്തെ ഖണ്ഡം. ലോമഹിങ്കാരസ്ത്വക് പ്രസ്താവോ മാംസമുദ് ഉദ്ഗീതോസ്ഥി പ്രതിഹാരോ മജ്ജ നിധനമേതദ്യജ്ഞായനീയം അംഗേഷു ക്രോധം. മുടി ഒരു ഹിങ്കാരമാണ്, ചർമ്മം ഒരു പ്രസ്താവമാണ്, മാംസം ഒരു ഉദ്ഗീതമാണ്, എല്ല് ഒരു പ്രതിഹാരമാണ്, മജ്ജ ഒരു നിധനമാണ്. ഇതാണ് യജ്ഞയാജ്ഞീയ സാമൻ ശരീരത്തിന്റെ അംഗങ്ങളിൽ കോർത്തെടുത്തത്. രണ്ടാമത്തത്, സയ ഏതദ്യജ്ഞായജ്ഞീയം അംഗേഷു ക്രോധം വേദാംഗീ ഭവതി നാംഗേന വിമൂർച്ഛതി സർവമായുരേതി ജോഗ് ജീവതി മഹാൻ പ്രജയാ പശുവിർഭവതി മഹാൻ കീർത്തിയ സംവത്സരം മജ്ജോ നാശ്നീയത വ്രതം മജ്ഞോ നാശ്നീയാദീതി വാ. ശരീരാംഗങ്ങളിൽ നെയ്തതായി ഈ യജ്ഞീയ സാമൻ അറിയുന്നവൻ ശരീരാംഗങ്ങളുടെ ഉടമയാകുന്നു. ശരീരത്തിന്റെ ഒരു അംഗത്തിലും കുറവുള്ളവനാവില്ല. ജീവിതത്തിന്റെ പൂർണ്ണ കാലയളവ് ജീവിക്കുന്നു, നീണ്ടകാലം ജീവിക്കുന്നു, സന്തതികളിലും കന്നുകാലികളിലും മഹാനാകുന്നു, പ്രസിദ്ധിയിൽ മഹാനാകുന്നു. ഒരുവൻ മജ്ജയിൽ നിന്നും ഒരു വർഷം ആഹരിക്കരുത്, അതാണ് അവന്റെ നിയമം. ശരിയായി പറയുകയാണെങ്കിൽ മജ്ജയെ ഭക്ഷിക്കാനേ പാടില്ല. നമ്മുടെ ഉപനിഷത്തുകളും സ്ക്രിപ്റ്റേഴ്സും എല്ലാം
മെറ്റാഫേഴ്സ് ഒരുപാട് ഉപയോഗിക്കും. സിംബോളിസംസ്, കഥകള്, അതുപോലെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള ഉദാഹരണങ്ങൾ. അപ്പൊ നമ്മൾ മെറ്റാഫേഴ്സിൽ കുടുങ്ങിപ്പോരുത്, സിംബോളിസംസിൽ കുടുങ്ങിപ്പോരുത്. അതെന്താണ് നമുക്ക് പറയാൻ ശ്രമിക്കുന്നത്, ആ മെറ്റാഫേഴ്സിലൂടെ മഹാത്മാക്കള്, മാസ്റ്റേഴ്സ് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സംസാര സാഗരം എന്ന് പറയും. അവിടെ ഒരു കടല് സങ്കല്പിക്കാനല്ല, മുകളിൽ തിരമാലകൾ ഉണ്ടെങ്കിലും പ്രശാന്തമായിട്ടുള്ള സാഗരം. അതിൻ്റെ ലെവല് കൂടുകയോ കുറയോ ഒന്നും ചെയ്യില്ല. ആഴത്തില്, ഡെപ്തില് ശാന്തതയാണ്. എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സാഗരം. ഒരു ഉദാഹരണമാണത്. അതുപോലെ തന്നെ പഞ്ചതന്ത്രത്തില് വലിയ മോറൽ വാല്യൂസ് പറഞ്ഞു തരുന്നത് മൃഗങ്ങളുടെ കഥകളിലൂടെ. ഇപ്പൊ കാക്ക സംസാരിക്കില്ല, കുരങ്ങൻ സംസാരിക്കില്ല, മൃഗങ്ങളൊന്നും സംസാരിക്കില്ല, അവിടെ രാജാവും പ്രജകളൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാം. പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കഥകൾ പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്തും മെറ്റാഫേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഉണ്മയിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം ജീവിക്കാൻ. ക്രമേണ ആ ഉണ്മ അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ ഉണ്മ, ആ സ്രോതസ്, അവിടെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയെ പെർഫെക്റ്റ് മാസ്റ്ററിയിൽ എത്തിച്ചേർന്ന വ്യക്തി എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ, അതൊരു ഇൻഫിനിറ്റ് ആയിട്ടൊരു പ്രോഗ്രസ് ആണ്. സ്ഥിതപ്രജ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെയോ എത്തിച്ചേർന്നു, ഇനി മുന്നോട്ട് പോകണ്ട എന്നല്ല അർത്ഥമാക്കുന്നത്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആണ്. കാരണം ഒരിക്കലും പെർഫെക്ഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പെർഫെക്റ്റിബിലിറ്റി ഈസ് പോസിബിൾ, പെർഫെക്ഷൻ അത് നമ്മുടെ ഐഡിയലാണ്. നമ്മൾ ഭൗതിക ജീവിതം ജീവിക്കുമ്പോൾ, നമുക്ക് ഇവിടെ വ്യാവഹാരിക തലത്തിൽ പെരുമാറുമ്പോൾ ആ പൂർണ്ണതയെ ഇവിടെ നമുക്ക് ഒരിക്കലും 100% വെളിവാക്കാൻ സാധിക്കില്ല. നമ്മൾ ടെമ്പറലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നിയമങ്ങളെ പാലിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ നിയമങ്ങൾ യഥാർത്ഥ സ്നേഹം എന്ന ആ അബ്സല്യൂട്ട് നിയമമായിട്ട് പൂർണ്ണമായിട്ടും ഒരിക്കലും വൃതത്തിലാവില്ല. ഓരോ രാജ്യങ്ങളിലും ഓരോ നിയമങ്ങൾ, ഓരോ കാലത്തും ഓരോ നിയമങ്ങൾ. പക്ഷെ നമ്മൾ ആ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. നമ്മുടെ ശരീരത്തിന്റെ നിയമങ്ങളുണ്ട്. ശരീരത്തിന് ഭക്ഷണം വേണം, കുളിക്കണം. ഇല്ല, ഞാൻ ബ്രഹ്മത്തിൽ സെന്റേർഡ് ആണ്, എനിക്ക് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയാൻ പറ്റും, എനിക്ക് വിസർജനം നടത്തണ്ട എന്ന് പറയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കുമ്പോൾ കണക്റ്റഡ് ആയിട്ട് അനുഷ്ഠിക്കുക. ക്രമേണ ആ സ്മരണ നിരന്തരമാവണം. ശരിക്കും ഇവിടെ ഞാനല്ല പ്രവർത്തിക്കുന്നത്, ഞാൻ എന്നുള്ള ഈ അഹംബോധമല്ല പ്രവർത്തിക്കുന്നത്. ഈ ജീവിതത്തിലൂടെ ആ പൂർണ്ണ സ്നേഹം എക്സ്പ്രസ് ചെയ്യാണ് എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാവണം. അതാണ് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ബോധത്തോടെ ചെയ്യുക. ബോധം എന്ന് പറയുമ്പോൾ അവെയർനെസ് എന്നാണ് ഉദ്ദേശിച്ചത്. അവെയർനെസ്, ഫോക്കസ്, അറ്റൻഷൻ, കെയർ, ഇതെല്ലാം നമുക്ക് വേണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നമ്മൾ കൂടുതൽ പെർഫെക്ഷൻ ഇൻവോൾവ് ആവണം. അല്ല, എല്ലാ വശങ്ങളും മനസ്സിലാക്കുകയും. അപ്പൊ അവിടെ ഈഗോ എത്രത്തോളം ഇടപെടുന്നു, അവിടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് കടന്നു വരുന്നു, കംഫോർട്ട്സ് കടന്നു വരുന്നു, ഞാനും മറ്റുള്ളതും എന്നുള്ള ചിന്ത കടന്നു വരുന്നു, ഒരു ചെറിയൊരു സ്വാർത്ഥത അവിടെ വരും. അപ്പൊ നമ്മൾ ആ തരത്തിലൊരു സെൽഫിഷ് തലത്തിൽ ജീവിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. അതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. സാക്രിഫൈസ്. ലഭിച്ചതിനെ അപ്പോൾ തന്നെ നമ്മൾ കൈമാറുക. ഒരു പുഴ ഒരിക്കലും വെള്ളം അതിൻ്റെ ഉള്ളിൽ കെട്ടിവെക്കില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അത് പ്യൂർ ആയിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മളും ഒരു കോൺഡ്യൂട്ട് ആവണം, സ്നേഹത്തിന്റെ കോൺഡ്യൂട്ട് ആവണം. സ്നേഹം നമുക്ക് ലഭിക്കുന്നുണ്ട്, അത് നമുക്ക് ബോധം വേണം. അത് നമ്മൾ കമ്പാഷനിലൂടെ നമ്മുടെ പ്രവൃത്തിയിൽ പ്രകടമാക്കണം. ഈ കമ്പാഷൻ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസ്, സാധന എല്ലാം ചെയ്യുന്നത്. നമ്മുടെ അഹംബോധത്തിലുള്ള ഡിപ്പെൻഡൻസ്, അഹംബോധം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ തന്നെ മുൻവിധികളുള്ള ഡിപ്പെൻഡൻസ്, ഇതൊക്കെ ഇല്ലാണ്ടാക്കുക. അപ്പൊ ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്ന മജ്ജയിൽ
അതിൽ നമ്മൾ ഭക്ഷിക്കരുതെന്നാണ്. ഇപ്പൊ ഒരു വർഷമെങ്കിലും എന്ന് പറയുന്നത്, പിന്നെ പറയുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പാടില്ല. മജ്ജ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്യൂഡോ സെൽഫിനെ, ഈഗോനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം, അഹംബോധത്തിന്റെ തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാൻ എന്നുള്ള പദം ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുമ്പോൾ അത് അബ്സല്യൂട്ട് എന്നുള്ള തലത്തിലാണ്, പൂർണ്ണ സ്നേഹം എന്നുള്ള തലത്തിലാണ്. അവിടെ ഞാൻ എന്നുള്ള വാക്ക് പ്രതിധ്വനിക്കുന്നത് പൂർണ്ണതയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഞാൻ, എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒരു ഞാൻ, അവിടേക്കാണ് നമ്മുടെ യാത്ര. അതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ്. അപ്പൊ അങ്ങനെ അഹംബോധത്തെ, മജ്ജ എന്ന് പറയുന്ന ശാന്തോക്യ മെറ്റാഫർ ഉപയോഗിച്ചിട്ട് മജ്ജ സെന്റേർഡ് ആയിട്ടുള്ള ഒരാള് സ്വാർത്ഥചിന്തനായിരിക്കും. പക്ഷെ മജ്ജയെ ട്രാൻസെൻഡ് ചെയ്ത്, സെൽഫിനെ ട്രാൻസെൻഡ് ചെയ്ത്, സ്യൂഡോ സെൽഫിനെ ട്രാൻസെൻഡ് ചെയ്ത് ഒരാള് ശരിക്കും എന്താ സംഭവിക്കുന്നത്? അയാൾ ഭൂതകാലത്തെ ട്രാൻസെൻഡ് ചെയ്യുന്നു. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ കൺട്രോൾ ചെയ്യുന്ന പാസ്റ്റ് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചറും അവിടെ കടന്നു വരുന്നു. എൻ്റെ ഫ്യൂച്ചർ എല്ലാം എൻ്റെ എക്സ്പെക്ടേഷൻസ് ആണ്. പാസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഭയങ്ങൾ, അതാണ് എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ സംഭവിച്ചത്, അപ്പൊ ഇത് തന്നെയായിരിക്കാം ഇനിയും സംഭവിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇതാണ് നമ്മൾ അസ്ട്രോളജിയിലൊക്കെ ചെയ്യുന്നത്. പാസ്റ്റിൽ ഇതുവരെ സംഭവിച്ചു, ഇനി ഇങ്ങനെ സംഭവിക്കും. അങ്ങനെയുള്ള ചിന്ത നമ്മളെ എപ്പോഴും നമ്മുടെ പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നു. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ പാസ്റ്റിൽ നിന്ന് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യും, പാസ്റ്റിനെ ട്രാൻസെൻഡ് ചെയ്യും. ഇപ്പൊ സഹജമാർഗത്തിൽ ഹാർട്ട്ഫുൾനെസ്സിൽ ക്ലീനിങ് എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്, ശുദ്ധീകരണം. എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം ശുദ്ധീകരണം നടത്തുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ സൃഷ്ടിച്ചിട്ടുള്ള മുദ്രണങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ റെഗുലറായിട്ട് എടുക്കുന്ന ഇൻഡിവിജ്വൽ സിറ്റിങ്സ്, പിന്നെ അറ്റൻഡ് ചെയ്യുന്ന സത്സംഗ്സ്, അതിൽ നമുക്ക് ആ ഡിവൈൻ മാസ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന ആ പ്യൂർ ആയിട്ടുള്ള ആ സ്നേഹം, അത് നമ്മുടെ ആഴത്തിലിടാം. നമുക്ക് എടുത്തു കളയാൻ പറ്റാത്ത ഈ പാസ്റ്റിനെ ശുദ്ധീകരിക്കാൻ എടുത്തു കളയുന്നത് നമുക്ക് പാസ്റ്റ് ഒന്നും ഇല്ലാതെയാവും എന്നുള്ളതല്ല. നമുക്ക് പിന്നെ ഇവിടെ ഭൂമിയിൽ കണക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ വീട്ടിൽ ജീവിക്കുമ്പോൾ കുട്ടികളെ നോക്കണം, ഭാര്യയെ നോക്കണം, ഭർത്താവിനെ നോക്കണം, അച്ഛനമ്മമാരെ നോക്കണം, പ്രാരബ്ധങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണം. പക്ഷെ അവിടെ നമ്മുടെ ഇമോഷൻസ് കടന്നു വരാതെ, മുൻവിധികൾ കടന്നു വരാതെ പ്യൂർ ആയിട്ടുള്ള അവയർനെസ്സിൽ നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. അതാണ് ശുദ്ധീകരണത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഈ നോളജ്, ഭൗതികമായിട്ടുള്ള നോളജ് വിസ്ഡമായിട്ട് മാറും, വിവേകബോധമായിട്ട് മാറും. എങ്ങനെയാണ് ഈ അറിവ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഇതുവരെ എക്സ്പീരിയൻഷ്യലായിട്ട് ലഭിച്ച അറിവുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് സാധന ചെയ്യുമ്പോഴാണ്, ക്ലീനിങ് ചെയ്യുമ്പോഴാണ്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഉള്ള ആ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ സെഷൻ തുടങ്ങുമ്പോൾ അത് ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ശുദ്ധീകരണം പ്രാക്ടീസ് ചെയ്യണം, പ്രാർത്ഥനാഭാവം ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഇതെല്ലാം സാധന തുടങ്ങിയാലേ മനസ്സിലാവും. അപ്പൊ ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് വരണം. എങ്കിലേ ഇത് കൂടുതൽ ഡെപ്തിൽ മനസ്സിലാവും. കാരണം വളരെ സിമ്പിളായിട്ട് സിസ്റ്റമാണ്. അതുപോലെ ഒരുപാട് സ്പിരിച്വൽ മെത്തേഡ്സ് ഉണ്ട്. സഹജമാർഗം വളരെ എളുപ്പമാണ്. ഞാൻ കുറേ വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഛാന്തോക്യ ഉപനിഷത്ത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അങ്ങനെ പാസ്റ്റിനെ ട്രാൻസെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈഗോ, അവസാനം അഹംബോധം തന്നെ സമർപ്പിക്കണം. സമർപ്പിക്കാതെ നശിപ്പിക്കുക എന്നുള്ളതല്ല, കോൺട്യൂട്ടായിട്ട് മാറുന്നുണ്ട്. നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം പോകുമ്പോൾ ചളിയെല്ലാം എടുത്ത് കളഞ്ഞ് ആ പ്യൂറായിട്ടുള്ള ജലം ഒഴുകുന്ന പോലെ ഒരു കോൺട്യൂട്ടായിട്ട് മാറുക. പൈപ്പ് അവിടെ ഉണ്ട്, പക്ഷേ അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ചളിയില്ല, പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലില്ല, വേറൊരു അഡീഷണൽ, ആ പ്യൂർ ഫ്ലോ തന്നെ. അപ്പൊ അതുപോലെ ഒരു കോൺട്യൂട്ടായിട്ട് അഹംബോധം മാറണം. അതിനാണ് സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. കന്നുകാലികളിലും അതുപോലെ തന്നെ സന്തതി വരമ്പുകളിലും. കന്നുകാലികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പറയാറുണ്ട്, ഗോ രക്ഷ എന്ന് പറയുമ്പോൾ സബ് ഹ്യൂമൻ സ്പീഷീസ്. നമ്മൾ മെറ്റീരിയൽ ലെവലിൽ തന്നെ മനുഷ്യനാണ് എവല്യൂഷന് ഏറ്റവും മുകളിൽ നിൽക്കുന്നതെന്ന് പറയുന്നു. ഇപ്പൊ മനുഷ്യന്റെ താഴെ ഉള്ള, മോശമായിട്ടല്ല, എല്ലാം ഇൻക്ലൂഡിങ് മിനറൽസ്,
അതിൻ്റെ എല്ലാം പുള്ളിന്ന് നമ്മൾ ട്രാൻസ്ലെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമൃദ്ധി അനുഭവിക്കുന്നത്. നമുക്ക് ആ അറിവുകളെ, നമ്മുടെ മെറ്റീരിയൽ നോളജ്, നമ്മളെ അനിമൽ തലത്തിലും പ്ലാൻ തലത്തിലും എല്ലാം അനുഭവങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ സമ്പന്നരാകുന്നു. നമ്മൾ ജീവിതം ജീവിക്കുമ്പോൾ അവരെന്താണ് നമ്മളോട് പറയുന്നത്, യഥാർത്ഥം എൻ്റെ ഉള്ളിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. ഒരു മരം എന്താണ് പറയുന്നത്, ഒരു മൃഗം എന്താണ് പറയുന്നത്, ഒരു ഉറുമ്പ് എന്താണ് ഒരു ആവശ്യം, ഇത് തിരിച്ചറിയുന്നു. വസുധൈവ കുടുംബകം എന്ന് പറയും. എല്ലാം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയാണ് ക്രമേണ. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ അതിൽ ശരിക്കും സമ്പന്നരാകും. അങ്ങനെ സമ്പന്നരാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫ്യൂച്ചറിന്റെ മാസ്റ്റേഴ്സ് ആവും. അതാണ് സന്തതികളിലും നമ്മൾ സമൃദ്ധരാകുന്നത്. പിന്നെ നമ്മുടെ സന്തതി ആരായിരിക്കും? നമ്മുടെ സന്തതി സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവുന്ന ക്രിയേഷനാണ്. അവിടെ ഈഗോന്റെ ഒരു തരത്തിലുള്ള റിഫ്ലക്ഷനും ഇല്ലാണ്ടായിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. ഫൈനലി ട്രാൻസെൻഡിങ് ദ ലോവർ സെൽഫ് ആൻഡ് അലവിങ് ദ ഹയസ്റ്റ് സെൽഫ് ടു ഫ്ലോ ത്രൂ യു. അതിനാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാസ്റ്റർ എന്നുള്ള പദം, ഗുരു എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിനെയാണ്. ഇപ്പോൾ സഹജമാർഗത്തിൽ മാസ്റ്റർ കമലേഷ് പട്ടേൽ ദാജി ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ കറക്ഷൻസ് വരുത്തുന്നു. അദ്ദേഹം തരുന്ന അഡ്വൈസസ് പ്രകാരം ജീവിക്കുന്നു, ഒബീഡിയൻസ് വരുന്നു. പക്ഷെ ശരിക്കും നമ്മൾ ആരെയാണ് ഒബേ ചെയ്യുന്നത്? നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉള്ളിലുള്ള നമ്മുടെ റിയൽ മാസ്റ്ററിനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. അപ്പൊ ക്രമേണ നമ്മൾ ഇന്നർ ഗൈഡൻസിലേക്ക് കണക്ട് ആവും. നമ്മൾ ഈഗോനെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി ഇങ്ങനെയുള്ളൊരു ഒബീഡിയൻസ് ആണ്. അതൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ മനസ്സിലാവും. ഒബീഡിയൻസിലൂടെയാണ് നമ്മൾ സ്കൂളിൽ വളർന്നത്. നല്ലൊരു കുട്ടി പഠിച്ചു വളർന്നത് എങ്ങനെയാണ്? ഒബീഡിയൻസിലൂടെയാണ്. ഒബേ ചെയ്യാത്തൊരു കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ തരുന്ന പുസ്തകങ്ങൾ വായിക്കുന്നു, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പഠിച്ചിട്ട് അവസാനം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും. നമ്മൾ അതിനേക്കാളും വലിയ റിവലേഷൻസ് കിട്ടും. ഇപ്പോൾ ശാസ്ത്രജ്ഞരെല്ലാം പഠിച്ചിട്ട് അവസാനം ആ പഠിത്തത്തിനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഫിലോസഫേഴ്സ് ആവുന്നു, അതിനുശേഷം മഹാത്മാക്കളായിട്ട് മാറും. അപ്പൊ ചിലർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഒരുപക്ഷെ അവര് മുൻപേ പൂർവ്വജന്മങ്ങളിൽ ഈ നോളജെല്ലാം ആർജിച്ചവരാണ്. അതുകൊണ്ട് ഈ ജന്മം നമ്മൾ കാണുന്ന ലാസ്റ്റ് ലൈഫാണ്. അപ്പൊ അവർക്ക് ഇനി കൂടുതൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഈ യാത്ര, ലൈഫ് എന്നുള്ള ഈ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എഡ്യൂക്കേഷനിലൂടെയാണ്. ആ എഡ്യൂക്കേഷനിലൂടെ ലൈഫിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് ബോധപൂർവം നമ്മൾ അവയർനെസ്സോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ട് ജീവിതം നമ്മൾ അദ്ദേഹത്തിന് കൈമാറണം. നമ്മൾ ബാഹ്യമായിട്ടുള്ള പാസ്റ്റ് നമ്മൾ ഗൈഡ് ചെയ്യാതെ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്രോതസ് നമ്മൾ ഗൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് മാറണം. അതാണ് ചാന്തോക്യ ഉപനിഷത്ത് നമുക്ക് വീണ്ടും 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 പറഞ്ഞു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.